ഹലോ ഫ്രണ്ട്സ്, JK സോളാർ സൊല്യൂഷൻസിൻ്റെ സോളാറുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ ഇൻവെർട്ടറുകൾ സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നത്തെക്കുറിച്ചും അതിൻ്റെ പരിഹാരത്തെക്കുറിച്ചുമാണ്. നമുക്ക് കേരളത്തിൽ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം 6 ലക്ഷത്തോളം നോർമൽ ഇൻവെർട്ടേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതൊരു അൺഒഫീഷ്യൽ കണക്കാണ്, അതിൽ കൂടുതൽ ഉണ്ടാകാനായിട്ടാണ് സാധ്യത. അപ്പോൾ ഈ സാധാരണ ഇൻവെർട്ടറുകൾ സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ആദ്യപടി എന്നുള്ളത്. അതായത് നമ്മൾ വീട്ടിലൊരു സോളാർ വെക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെർട്ടറും ബാറ്ററിയും വലിയ പഴക്കമില്ലാത്ത ഒന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ സിമ്പിളായിട്ട് ഒരു ചെറിയൊരു മുതൽമുടക്കോടുകൂടി, അതായത് ഏകദേശം ഒരു 20,000 മുതൽ 30,000 രൂപ വരെ മുടക്കിയിട്ട് ഈസി ആയിട്ടൊരു MPPT ചാർജ് കൺട്രോളർ വെച്ചിട്ട് നമുക്കതിനെ സോളാറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്രശ്നം, നമ്മുടെ സാധാരണ ഇൻവെർട്ടറുകൾക്ക് ഗ്രിഡ് ചാർജിങ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. അതായത് KSEBിൽ നിന്ന് കറണ്ട് എടുത്ത് ബാറ്ററി ചാർജ് ചെയ്യുന്ന ആ ഒരു സംവിധാനത്തിനെ ഓഫാക്കി വെക്കാനായിട്ട് യാതൊരു മാർഗ്ഗവും ഇല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. പകൽ സമയത്ത് ബാറ്ററി സോളാറിൽ നിന്ന് ചാർജ് ആവുന്നു, രാത്രി ആകുമ്പോഴത്തേക്കും അത് വീണ്ടും പഴയ നോർമൽ ഇൻവെർട്ടറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അതായത് ബാറ്ററി KSEBിൽ നിന്ന് കറണ്ട് എടുത്ത് ചാർജ് ചെയ്ത് രാവിലെ ആകുമ്പോഴത്തേക്കും ബാറ്ററി ഫുള്ളായിട്ടിരിക്കും. ഇതിനുശേഷം പകൽ ഉണ്ടാകുന്ന സൂര്യപ്രകാശത്തിനെ പ്രയോജനപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ ബാറ്ററി ഫുള്ളായിട്ടിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ സോളാർ വെക്കുന്നതിൽ പ്രയോജനം കൃത്യമായിട്ട് കിട്ടാത്ത ഒരവസ്ഥ പല വീടുകളിലും അല്ലെങ്കിൽ സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇതിനുവേണ്ടി സിമ്പിളായിട്ടുള്ളൊരു 1000 രൂപയെ താഴെ അല്ലെങ്കിൽ ഒരു 1500 രൂപയെ താഴെ ചിലവ് മാത്രം വരുത്തിക്കൊണ്ട് ഇൻവെർട്ടർ ബോർഡുകളിൽ വ്യത്യാസമൊന്നും വരുത്താതെ തന്നെ നമുക്ക് എങ്ങനെ ഒരു നോർമൽ ഇൻവെർട്ടർ പക്ക സോളാർ ഇൻവെർട്ടറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു MPPT ചാർജ് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിനെ സോളാർ ഇൻവെർട്ടറായിട്ട് അല്ലെങ്കിൽ KSEB ചാർജിങ് ഡിസേബിൾ ചെയ്ത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ സ്വിച്ചാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതൊരു 32 ആംപിയറിൻ്റെ ചേഞ്ച് ഓവർ സ്വിച്ചാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം മെയിൻസ് ഫേസ് ന്യൂട്രൽ സപ്ലൈ കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ജനറേറ്റർ അല്ലെങ്കിൽ ഇൻവെർട്ടർ ന്യൂട്രൽ ഫേസ് കൊടുക്കാൻ പറ്റും. ലോഡിലേക്കും ന്യൂട്രൽ ഫേസ് കണക്ഷൻ ഇതിലുണ്ട്. ഇത് സാധാരണ ഇതിൽ ജനറേറ്ററുകളും KSEB സപ്ലൈയും തമ്മിൽ സ്വിച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു ഡിവൈസാണ്. ഇതിൻ്റെ സ്വിച്ചിങ് ടൈം വളരെ ചെറിയൊരു ടൈമേ ഉള്ളൂ. സാധാരണ ഇൻവെർട്ടറുകൾ സ്വിച്ച് ചെയ്യുന്നത് തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ചെയ്യുന്നൊരു ഡിവൈസാണ്. ചെറിയൊരു ഡിലേ നമുക്ക് ഫീൽ ചെയ്യാം, എങ്കിൽ പോലും നമുക്കിത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇവിടെ നമ്മൾ 32 ആംപിയറിൻ്റെ ഒരു സ്വിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഏകദേശം വരുന്ന വില 1000 രൂപയോളമാണ്. ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ആമസോണിൽ നമുക്ക് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇത് വെച്ച് എങ്ങനെ കണക്ഷൻസ് ചെയ്യണം എന്നൊക്കെ ഡൗട്ടുള്ളവർക്ക് ഇതിൽ ഞാൻ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കൂടാതെ എന്തെങ്കിലും സംശയമുള്ളവർക്ക് നേരിൽ വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു തരാവുന്നതാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഒരു ഇൻവെർട്ടറിനെ സോളാറിലായിട്ട് കൺവേർട്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇതാണിപ്പോൾ നമ്മൾ പറഞ്ഞ ചേഞ്ച് ഓവർ സ്വിച്ചിൻ്റെ ഒരു കണക്ഷൻ എങ്ങനെ കൊടുക്കണമെന്നുള്ളത് വരുന്നത്. ഇവിടെ നമുക്ക് വ്യക്തമാകുന്ന രീതിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ MPPT ചാർജ് കൺട്രോളറിൻ്റെ റിലേ ഇൻ ഔട്ട് നമ്മളൊന്ന് മാറ്റുവാണ്. അതായത് സാധാരണ രീതിയിൽ KSEB ഇന്ന് നമ്മൾ MPPT ചാർജ് കൺട്രോളറിൻ്റെ റിലേ ഇന്നിൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഗ്രിഡ് ഫേസ് ഇന്നിൽ കൊടുക്കുന്നു. ഗ്രിഡ് ഔട്ടിൽ നിന്ന് കണക്ഷൻ എടുത്ത് നേരെ ഇൻവെർട്ടറിലേക്ക് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ ഇൻവെർട്ടറിലേക്ക് പോകുന്നതിന് പകരം ആ ലൈനെ അവിടെ വെച്ച് കട്ട് ചെയ്തുകൊണ്ട് അത് ഇൻവെർട്ടറിലേക്ക് സപ്ലൈ കൊടുക്കാതെ നമ്മൾ MPPT ചാർജ് കൺട്രോളറിൽ നിന്ന് വരുന്ന ആ ഒരു ഔട്ട്പുട്ട് ലൈന് നേരെ നമ്മുടെ ചേഞ്ച് ഓവർ സ്വിച്ചിൻ്റെ മെയിൻസിൽ ഫേസിൽ കണക്ട് ചെയ്യുന്നു. ഇതുപോലെ ഗ്രിഡ് ഫേസ് ഇൻ ഔട്ട്, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു MPPTയുടെ കണക്ഷൻ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കണക്ട് ചെയ്യുന്നത് KSEB ലൈനും ഔട്ട് പോകുന്നത് ഇൻവെർട്ടറിന് പകരം നമ്മുടെ ചേഞ്ച് ഓവർ സ്വിച്ചിലേക്കാണ്. ഇതൊരു ആശാ പവറിൻ്റെ സൂര്യശക്തി MPPT ആണ്. ഇവിടെ ഇൻവെർട്ടർ നോക്കിയാൽ കാണാം ബാക്കപ്പ് മോഡിലാണ് കിടക്കുന്നത്. ഇൻവെർട്ടറിന് ഒരിക്കലും KSEB സപ്ലൈ കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നില്ല. കാരണം നമ്മൾ ഇൻവെർട്ടറിലേക്കുള്ള സപ്ലൈ കട്ട് ചെയ്തിരിക്കുകയാണ്. കട്ട് ചെയ്ത് ഈ ചേഞ്ച് ഓവർ സ്വിച്ചിലേക്കാണ്, അല്ലെങ്കിൽ ഈ കാണുന്ന 32 ആംപിയർ സ്വിച്ചിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും കോമൺ ന്യൂട്രലാണ് ഉപയോഗിക്കുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂട്രൽ കണക്ട് ചെയ്താൽ മതിയായിരിക്കും. സെപ്പറേറ്റ് ന്യൂട്രൽസ് ആവശ്യമുണ്ടെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ ന്യൂട്രലിൽ കണക്ട് ചെയ്യേണ്ടി വരും. ഇവിടെ എന്തായാലും നമ്മൾ ഒരു ന്യൂട്രലേ കണക്ട് ചെയ്തിട്ടുള്ളൂ. കാരണം ഇൻവെർട്ടർ ന്യൂട്രലും KSEB ന്യൂട്രലും ഇവിടെ കോമൺ ആണ്. മിക്ക വീടുകളിലും അങ്ങനെ തന്നെയായിരിക്കും.
പിന്നെ ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ലൈനിനെ കട്ട് ചെയ്ത് അത് വരുന്ന ലൈന് നമ്മുടെ ചേഞ്ച് ഓവർ സ്വിച്ചിൻ്റെ ഇൻവെർട്ടർ അല്ലെങ്കിൽ ജനറേറ്റർ ഫേസ് ഇന്നിലേക്ക് കൊടുക്കുന്നു. ഇൻവെർട്ടറിൽ നിന്ന് പോകുന്ന ലൈൻ കട്ട് ചെയ്തതിന് ബാക്കി പോർഷൻ നമ്മൾ ഇവിടുത്തെ ലോഡ് ഫേസിൽ കണക്ട് ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. ഇവിടെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാം കൃത്യമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. പുറത്തേക്ക് പോകുന്ന ലോഡ് ഇൻവെർട്ടറിൻ്റെ ലോഡ് കണക്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇൻവെർട്ടറിൽ നിന്ന് കണക്ട് ചെയ്തിരുന്ന ലോഡിനെ നമ്മൾ മാറ്റി ചേഞ്ച് ഓവറിൻ്റെ ലോഡായിട്ട് കൊടുക്കുന്നു. ഇൻവെർട്ടറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലൈനിനെ ചേഞ്ച് ഓവറിന് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. പിന്നെ ഇൻവെർട്ടറിലേക്ക് പോകേണ്ട KCB സപ്ലൈ നമ്മൾ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് അതിന് പകരം ഈ ചേഞ്ച് ഓവറിന് ഇൻപുട്ടായിട്ട് കൊടുക്കും. അതാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഇൻവെർട്ടറിന് KCB സപ്ലൈ നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ കണക്ഷൻ ചെയ്തിരിക്കുകയാണ് നമ്മൾ. ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു രീതി ഡയഗ്രത്തിൽ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിരുന്നു. കോമൺ ന്യൂട്രലാണ്. അതുകൊണ്ട് നമ്മൾ ലോഡിലേക്കും ഇൻവെർട്ടർ ഔട്ട്പുട്ടും മെയിൻസും ചേർത്ത് കോമൺ ആയിട്ട് ന്യൂട്രൽ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മൊത്തം 4 ലൈനാണ് കാണുന്നത്. 3 ഫേസുകൾ ഒരു ന്യൂട്രലുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്.